പത്തനംതിട്ട കുരമ്പാലയിൽ KSRTC ബസ്സിടിച്ച ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ ഉച്ചക്കാണ് അപകടമുണ്ടായത്. ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. നാരോ എസ്കേപ്പ് എന്ന് ഉറപ്പായും പറയാം. എന്താണ് അത് ഓൾമോസ്റ്റ് ഏതാണ്ട് അപകടത്തിലേക്ക് തന്നെ പോകേണ്ടതായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് കാര്യമായ പരിക്ക് പോലും ഇല്ലാതെ ആ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉറപ്പായും അത് KSRTC ബസ്സിൻ്റെ അമിത വേഗത തന്നെയാണെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ആ KSRTC ബസ് സൈഡ് തെറ്റിച്ച് വന്ന് കയറി ഇടിച്ചിടുകയായിരുന്നു എന്നും വേണം മനസ്സിലാക്കാൻ. അത് ഒരു ബൈക്കാരൻ ആ റോഡിലുണ്ട് എന്നത് ആ KSRTCക്കാരൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഇടിച്ചിട്ടതിന് ശേഷം അങ്ങ് പോകാൻ തോന്നുന്നു. അതല്ല അവിടെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഒഴിവായതൊരു വലിയ ദുരന്തമാണ്. ജീവിതം അല്ലെങ്കിൽ ജീവൻ തലനാരിഴയ്ക്ക് തിരിച്ചു കിട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ആ യാത്രക്കാരൻ, ആ ബൈക്ക് യാത്രക്കാരൻ ഈ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ അയാൾക്ക് ഒരേ സമയം ഒരു ഞെട്ടലും ഉണ്ടാകും, വലിയ ആശ്വാസവും ഉണ്ടാകും. ബൈക്കിൻ്റെ ടയറിൻ്റെ കീഴിലേക്ക് പോവാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ആ യാത്രക്കാരൻ. AV ജയശങ്കർ വിവരങ്ങൾ ചെയ്തു. ജയശങ്കർ, ഈ മഹാഭാഗ്യവാൻ എവിടെയുള്ള ആളാണ്? അതെന്തായാലും ഈ അപകടങ്ങളിൽ നിന്നും ആ KSRTC ബസ് ഒരു വളവിൽ ചെയ്തുകൂടാത്ത രീതിയിൽ വണ്ടി ഓടിച്ചു എന്നതല്ലേ കൃത്യമായി മനസ്സിലാവുന്നത് ഏത് സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിലും. അശ്മി, കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് പത്തനംതിട്ട കുരമ്പാല ജംഗ്ഷനിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ വലിയ ഞെട്ടലുണ്ടാകും, ഒപ്പം തന്നെ വലിയ സന്തോഷവും തോന്നും. കാരണം വലിയൊരു അപകടത്തിൽ നിന്ന് ഭാഗ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട്, ഇല്ലെങ്കിൽ ഭാഗ്യമുള്ളത് കൊണ്ട്, തുണച്ചത് കൊണ്ട് മാത്രമാണ് ആ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെടുന്നത്. ഈ KSRTC ബസ് നേരത്തെ പറഞ്ഞ പോലെ അമിത വേഗത്തിലായിരുന്നു. മോട്ടോർ വാഹന നിയമങ്ങളനുസരിച്ച് റോഡിൽ ഓടിക്കേണ്ട രീതിയിലല്ല ബസ് ഓടിച്ചതെന്നത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അങ്ങനെ KSRTC ഡ്രൈവറുടെ ഒരു അശ്രദ്ധ ബൈക്ക് യാത്രക്കാരൻ ഇടിച്ചിടുന്നു. പക്ഷേ അയാൾ അത്ഭുതകരമായി ഭാഗ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആരാണ് ഈ ബൈക്ക് യാത്രികൻ എന്ന വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇന്നലെ വണ്ടി ഇടിച്ചിടുന്നു. അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പരിസര പ്രദേശത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം വാഹനം നേരെ വെച്ച് വണ്ടിയുമായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും KSRTC ബസ് ഇങ്ങനെ വാഹനം ഇടിച്ചതിന് ശേഷം ഡ്രൈവർ ഈ സംഭവം അറിഞ്ഞു പോലുമില്ല. കുറച്ചപ്പുറം മാറിയാണ് പിന്നീട് വണ്ടി ഉൾപ്പെടെ നിർത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഇത്തരത്തിൽ MC റോഡിൽ കുരമ്പാലയിൽ ഇത്തരത്തിൽ അപകടമുണ്ടായത്. അതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും നിലവിൽ ഈ ബൈക്ക് യാത്രക്കാരൻ സുരക്ഷിതരാണെന്നാണ് അറിയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങളോ മറ്റ് വിശദാംശങ്ങളോ എന്തായാലും ലഭ്യമായിട്ടില്ല. എന്തായാലും ഇദ്ദേഹം ഒരുപക്ഷെ ലോട്ടറി എടുക്കുകയാണെങ്കിൽ ലോട്ടറി അടിക്കുമെന്നൊക്കെയാണ് നാട്ടുകാരിൽ പല ആളുകളും പറയുന്നത്. അത്രമാത്രം ഭാഗ്യമാണ്. വലിയ തോതിൽ ഞെട്ടിക്കുന്ന ഭീകരക്കുന്ന ദൃശ്യമാണ് ആശ്മി. ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ബമ്പർ അടിക്കും. എന്നാൽ ഒന്നാം സമ്മാനം അടിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത്രയും ഭാഗ്യം ആ യാത്രക്കാരനുണ്ട്. ആയുസിന്റെ ബലം എന്നാണല്ലോ നമ്മൾ സാധാരണ നാട്ടിൽ പറയുക. ജയശങ്കർ, ഈ KSRTC ബസ്സിനെ കുറിച്ച് അതിൻ്റെ ഡ്രൈവറിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? കാര്യം ഈ ബൈക്ക് ഒരു കുഞ്ഞൻ ബൈക്കാണല്ലോ, താഴെ നിൽക്കുന്നതാണ്. അത് ആനപ്പുറത്തിരിക്കുന്ന പോലെ ഡ്രൈവർ മുകളിൽ ഇരിക്കുന്നതുമാണ്. അപ്പോൾ ഈ വണ്ടി ആ റോഡിലുള്ള കാര്യം ആ ഡ്രൈവർ അറിഞ്ഞിട്ടേ ഇല്ല. ഇടിച്ചിടുമ്പോഴും അറിയുന്നില്ല. എനിക്കൊന്ന് ആരോ കരഞ്ഞപ്പോൾ എന്തോ അങ്ങ് ദൂരെ കൊണ്ട് നിർത്തുന്നുമുണ്ട്. അപ്പോൾ ഡ്രൈവറുടെ ഒരു ശ്രദ്ധക്കുറവ് അതിൽ എവിടെയാണ് ജയശങ്കർ? അതായത് ആശ്മി, ദൃശ്യങ്ങളിൽ തന്നെ ഡ്രൈവറുടെ അശ്രദ്ധക്കുറവ് വ്യക്തമാണ്. കാരണം ഒരു റോഡിൽ ഒരു ബസ് പോലെ ഒരു വാഹനം ഓടിക്കുമ്പോൾ എത്രമാത്രം ശ്രദ്ധ നൽകണം. അപ്പുറത്തും ഇപ്പുറത്തുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ മിററിലൂടെ നിരീക്ഷിച്ച് വേണം ഒരു ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന ഡ്രൈവർ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാനും. പക്ഷേ അത്രയും ഒരു ശ്രദ്ധ ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇത്തരത്തിലൊരു അപകടം വരുത്തിയതിന് ശേഷം പോലും അക്കാര്യത്തെക്കുറിച്ച് ഡ്രൈവർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞെട്ടിക്കുന്ന കാര്യമാണ്. എന്തായാലും KSRTC ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഈ ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരു മഹാഭാഗ്യം എന്ന് വിചാരിക്കേണ്ടതുള്ളൂ. ആ ഡ്രൈവർ കാണുകയാണെങ്കിൽ ഇനിയെങ്കിലും സൂക്ഷിച്ചോടിക്കാൻ അയാൾ പഠിക്കട്ടെ.